അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. സംസ്ഥാനത്താകമാനം പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മലയോര മേഖലകളിലും വ്യാപകമായി മഴ പെയ്യുകയാണ്. പലയിടത്തും ശക്തമായ കാറ്റിൽ മരങ്ങൾ പൊട്ടിവീണു. 60 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശുന്നുണ്ട്. ഇത് വിവിധ ജില്ലകളിൽ വൈദ്യുതി തടസ്സത്തിനും ഗതാഗത തടസ്സത്തിനും കാരണമായി. റെയിൽവേ ട്രാക്കുകളിൽ മരച്ചിലകൾ വീണത് മിക്ക ട്രെയിനുകളും വൈകി ഓടുന്നതിന് കാരണമായി. വയനാട്ടിലും കോഴിക്കോട്ടും ശക്തമായ മഴ തുടരുകയാണ്. നദികളിലെ ജലനിരപ്പ് ഉയരുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും ചെയ്തു. വയനാട് ജില്ലയിലെ 7 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 38 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. വെണ്ണിയോട് റോഡ് ഒലിച്ചുപോയി. 19 ആദിവാസി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീണ ദേശീയപാത 766 കോഴിക്കോട് കൊല്ലകൽ പാതയിൽ ഉൾപ്പെടെ ഗതാഗതം തടസ്സപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ 3 ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. കോഴിക്കോട് താലൂക്കിൽ 2ഉം വടകര താലൂക്കിൽ 1 ക്യാമ്പുമാണ് തുറന്നത്. ആകെ 88 പേരാണ് ക്യാമ്പുകളിലുള്ളത്. 60 വീടുകൾ ഭാഗികമായി തകർന്നു. മരം വീണും വെള്ളം കയറിയും ഗതാഗതം തടസ്സപ്പെട്ടു. പെരുവണ്ണാമൊഴി ഡാം ഷട്ടർ തുറന്നു. അതോടെ കുറ്റ്യാടിപ്പുഴയിലേക്ക് വെള്ളം എത്തിത്തുടങ്ങി. പുനൂർ പുഴയിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പുഴയുടെ തീരത്ത് വിവിധ ഭാഗങ്ങളിൽ വെള്ളപ്പൊക്ക ഭീഷണിയുണ്ട്. വരും ദിവസങ്ങളിലും വ്യാപക മഴയുണ്ടാകുമെന്നാണ് സൂചന. കോഴിക്കോട്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ചൊവ്വാഴ്ചയും റെഡ് അലർട്ട് തുടരുകയാണ്. കാസർഗോഡ് ജില്ലയിലും കനത്ത മഴയായതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. റെഡ് അലർട്ടിന് സമാനമായ മുൻകരുതലുകൾ ജില്ലയിൽ സ്വീകരിക്കണമെന്നാണ് നിർദ്ദേശം. ബംഗാൾ ഉൾക്കടലിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെട്ടേക്കുമെന്നാണ് പ്രവചനം. എറണാകുളം ജില്ലയിലെ മഴ അല്പം ശമിച്ച സാഹചര്യമാണുള്ളത്. 3 ദിവസമായി തുടർന്ന മഴയിൽ 51 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചതായാണ് കണക്ക്. മുനമ്പം, ചെല്ലാനം, കണ്ണമാലി തുടങ്ങിയ കടലോര മേഖലകളിൽ കടൽക്കയറ്റം രൂക്ഷമായിരിക്കുകയാണ്. 360ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും ശക്തമായ കാറ്റ് വലിയ ഭീഷണി ഉയർത്തുകയാണ്. തിങ്കളാഴ്ച അമ്പാട്ടുകാവിന് സമീപം റെയിൽവേ ട്രാക്കിലേക്ക് വലിയ മരം വീണതിനെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. മണിക്കൂറുകൾ പണിപ്പെട്ടാണ് മരം ട്രാക്കിൽ നിന്ന് നീക്കാനായത്. കടവന്ത്ര ഗിരിനഗറിലെ ഓഡിറ്റോറിയത്തിൽ സീലിംഗ് ഇളകി വീണു. വിവിധ സ്ഥലങ്ങളിൽ റോഡുകളിലേക്ക് മരം വീണ് ഗതാഗത തടസ്സമുണ്ടായി. പെരിയാറിൽ ജലനിരപ്പ് കൂടിയതോടെ ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. ഇടുക്കിയിൽ ഡാമുകളിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാക്കുകയാണ്. മലങ്കര ഡാമിലെ 3 ഷട്ടറുകൾ 1.5 മീറ്റർ ഉയർത്തി. പെരിയാറിന്റെ തീരത്തും തൊടുപുഴയാറിന്റെ തീരത്തും മൂവാറ്റുപുഴയാറിന്റെ തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശമുള്ളത്. മലങ്കര ഡാമിന്റെ 1 ഷട്ടറിന് തകരാറുള്ളതായും അത് പരിഹരിക്കാനുള്ള ശ്രമം ആരംഭിച്ചതായും റിപ്പോർട്ടുണ്ട്. ജില്ലയിൽ ഇടിമിന്നലോടുകൂടി മഴയാണ് പെയ്യുന്നത്. കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ ഇലപ്പള്ളി വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുന്നു. മൂലമറ്റം വാഗമൺ റോഡരികിലുള്ള അതിമനോഹരമായ വെള്ളച്ചാട്ടം കാണാൻ നിത്യേന നിരവധി ആളുകൾ എത്തുന്നുണ്ട്. എന്നാൽ വെള്ളച്ചാട്ടത്തിന് സമീപത്തെ അപകട സാധ്യത പലരും ശ്രദ്ധിക്കാറില്ല. ഇലപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്ത് മഴയില്ലെങ്കിൽ പോലും ഇലപ്പള്ളിയാറിന്റെ ഉത്ഭവസ്ഥാനമായ കുമ്പങ്കാനം, ആനൂർ മലനിരകളിൽ ഉണ്ടാകുന്ന മഴയിൽ ഇവിടേക്ക് വെള്ളം കുതിച്ചെത്തുക പതിവാണ്. വെള്ളച്ചാട്ടത്തിന് സമീപം വെള്ളം കുറവാണ് എന്നതിനാൽ സ്ഥലപരിചയമില്ലാത്തവർ കുളിക്കാനും മറ്റുമായി താഴേക്കിറങ്ങിയാൽ അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ട്. പ്രദേശവാസികൾക്ക് ഇതേക്കുറിച്ച് അറിയാമെങ്കിലും വെള്ളച്ചാട്ടം കാണാനെത്തുന്ന സഞ്ചാരികൾ ഇതൊരു മുന്നറിയിപ്പായി കാണണമെന്നും അധികൃതരുടെ മുന്നറിയിപ്പുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.